പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 18ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കർണങ്ങളെ ദുരിതവർണ്ണങ്ങൾ കൊണ്ടടികൾ പൂർണ്ണങ്ങളായി വരരുതേ, കീർണങ്ങളായവ സുവർണം ഗ്രഹിപ്പതിനുദീർണങ്ങൾ നിങ്ങളതിനാൽ, ജീർണങ്ങളാകണമപർണാത്മജന്റെ ശുഭവർണ്ണങ്ങളാലതിനി തൂർണം യുവാം പളനി വർണ്ണങ്ങൾ കേട്ടു പരിപൂർണങ്ങളായി വരുവിൻ. കർണങ്ങളെ ദുരിതവർണ്ണങ്ങൾ കൊണ്ടടികൾ പൂർണ്ണങ്ങളായി വരരുതേ, കീർണങ്ങളായവ സുവർണം ഗ്രഹിപ്പതിനുദീർണങ്ങൾ നിങ്ങളതിനാൽ, ജീർണങ്ങളാകണമപർണാത്മജന്റെ ശുഭവർണ്ണങ്ങളാലതിനി തൂർണം യുവാം പളനി വർണ്ണങ്ങൾ കേട്ടു പരിപൂർണങ്ങളായി വരുവിൻ. ഇതാണ് ശ്ലോകം. കർണങ്ങളെ, കാതുകളെ, ദുരിതവർണ്ണങ്ങൾ കൊണ്ട്, ജീവിത ദുരിതവർണ്ണനകളാൽ, അടികൾ, ജ്ഞാന മഹാത്മ്യങ്ങൾ പൂർണ്ണങ്ങളായി വരരുതേ, മുങ്ങിപ്പോകാൻ ഇടയാവരുതേ എന്ന് പറഞ്ഞാൽ, ജീവിത ദുരിത വർണ്ണങ്ങൾ കേട്ട് ആ വർണ്ണനകൾക്ക് ഉള്ളിൽ ജ്ഞാനമാഹാത്മ്യങ്ങൾ മുങ്ങിപ്പോകാനുള്ള ഇട ഉണ്ടാക്കി വയ്ക്കരുതേ. കീർണങ്ങളായവ, കീർണമെന്ന് പറഞ്ഞാൽ മറഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ, എന്ന് പറഞ്ഞാൽ വെളിപ്പെടാതെ മറഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ. അങ്ങനെയുള്ള സത്യങ്ങൾ സുവർണം ഗ്രഹിപ്പതിന്, നന്നായി വർണ്ണിച്ചു കേൾക്കുന്നതിന്, ഉദീർണങ്ങൾ നിങ്ങൾ, ഉണ്ടായവരാണ് നിങ്ങൾ എന്ന് പറയുന്ന ഈ കർണങ്ങളുടെ അല്ലെങ്കിൽ ചെവികളുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, മറയപ്പെട്ട സത്യങ്ങളെ ശരിയായ രീതിയിൽ വേണ്ട വിധം വർണ്ണിക്കപ്പെട്ട് കേൾക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അപർണാത്മജൻ്റെ, അപർണാത്മജൻ എന്ന് പറഞ്ഞാൽ അപർണയുടെ പുത്രനെന്നാണ്. അപർണ പാർവതിയാണ്. ആ നാമപര്യായം പാർവതിക്ക് കിട്ടാനുണ്ടായ കാരണത്തെപ്പറ്റി ശിവ പാർവതി പരിണയ കഥയിൽ പറയുന്നുണ്ട്. പാർവതി ശിവനെ തപസ് ചെയ്തിരുന്ന കാലത്ത് ഭൗതികമായ സർവ്വതും മറന്ന് ആ തപസ്സിൽ ആമഗ്നയായി തീർന്നു എന്നും, ആ സമയത്ത് ഈ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി ഇലകൾ പോലും ഭക്ഷിച്ചിരുന്നില്ല എന്നുമാണ് പറയുന്നത്. അപ്പം അങ്ങനെ കൊടും തപസ്സു ചെയ്ത സമയത്ത് ജീവൻ നിലനിർത്താൻ ഇലകൾ പോലും ഭക്ഷിക്കാതെ ആ തപസ്സിൽ ഏർപ്പെട്ടിരുന്നത് കൊണ്ടാണ് പാർവതിക്ക് അപർണ എന്ന പേര് കിട്ടിയതെന്ന് പറയുന്നു. അത് ആ ജ്ഞാന തീവ്രതയുടെ ആ ഒരു മഹാത്മ്യത്തെ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കഥയാണത്. അങ്ങനെയുള്ള പാർവതിയുടെ പുത്രനാണ് സുബ്രഹ്മണ്യൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായ യാതൊരു കാര്യങ്ങളുടെയും കലർപ്പില്ലാത്ത ശുദ്ധ ബ്രഹ്മജ്ഞാനം, ആ ബ്രഹ്മജ്ഞാനത്തിൻ്റെ നവീകൃത കാവ്യബിംബസ്വരൂപമാണ് സുബ്രഹ്മണ്യൻ. അപ്പോൾ അതുകൊണ്ട് ആ സുബ്രഹ്മണ്യനെ കുറിച്ചുള്ള ശുഭവർണ്ണനകളാൽ, ശുഭകരങ്ങളായ സ്തുതികളാൽ ജീർണങ്ങളാകണം. ഈ ദുരിതവർണ്ണങ്ങൾ കേൾക്കാനുള്ള താല്പര്യം ജീർണിച്ചു പോകണം, അല്ലെങ്കിൽ നശിച്ചു പോകണം. അതിനുവേണ്ടി ഇനിയും തൂർണം യുവാം, തൂർണം എന്ന് പറഞ്ഞാൽ എത്രയും വേഗം എന്നാണ്, വളരെ പെട്ടെന്ന് തന്നെ. യുവാം
എന്ന് പറഞ്ഞാൽ അത് സംസ്കൃത പദമാണ്. നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ രണ്ട് ചെവികളോടാണ് പറയുന്നത്. ആ രണ്ട് ചെവിയെ ഇടംബലമുള്ള രണ്ട് ബാഹ്യമായ ചെവികളെന്നുള്ള അർത്ഥത്തിലല്ല, നിങ്ങളുടെ ആന്തര ശ്രോത്രവും ബാഹ്യശ്രോത്രവും എന്നാണ്. ആന്തരകർണവും ബാഹ്യകർണവും, അതാണ് ഇവിടെ രണ്ട് കർണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ രണ്ട് കർണങ്ങളും ഒരുപോലെ പളനി വർണ്ണങ്ങൾ കേട്ട് പൂർണ്ണങ്ങളായി വരുവിൻ. പളനിയുടെ വർണ്ണനകൾ എന്ന് പറയുമ്പോൾ അത് സുബ്രഹ്മണ്യനെ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ സുബ്രഹ്മണ്യ അവദാനങ്ങൾ ശ്രദ്ധാപൂർവം അതിൻ്റെ ബാഹ്യവും ആഭ്യന്തരവുമായ അല്ലെ ആന്തരവുമായ രഹസ്യങ്ങൾ പൂർണ്ണമായി കേട്ട് സാക്ഷാത്കരിക്കുവിൻ. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. കർണങ്ങളെ, ദുരിതവർണ്ണനകൾ കേട്ട് നിങ്ങളുടെ ശ്രവണ കൗതുകം അവയിൽ മുങ്ങിത്താണ് പോകുന്ന സ്ഥിതി ഉണ്ടാകുവാൻ ഇടയാവരുതേ. വെളിപ്പെടാതെ മറഞ്ഞുകിടക്കുന്ന ജ്ഞാനരഹസ്യങ്ങൾ വേണ്ടവിധം ശരിയായി വർണ്ണിക്കപ്പെട്ടു കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മറ്റു തരത്തിൽ പറഞ്ഞാൽ അതാകുന്നു നിങ്ങളുടെ ധർമ്മം. അതുകൊണ്ട് പാർവതീപുത്രനായ സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ടുള്ള ശുഭകരങ്ങളായ വർണ്ണനകൾ കേട്ട് ദുരിതവർണ്ണനകൾ കേൾക്കുവാനുള്ള നിങ്ങളുടെ താൽപ്പര്യം ജീർണിച്ചു പോകേണ്ടത് ആവശ്യമാണ്. ആ ലക്ഷ്യം നേടുവാനായി നിങ്ങൾ ഇരുവരും ഉടൻ തന്നെ പളനിയെ സ്തുതിച്ചുകൊണ്ടുള്ള വർണ്ണനകൾ കേട്ട് സ്വയം പൂർണ്ണത കൈവരിക്കുവിൻ. ഗുരുദേവൻ സ്വന്തം കാതുകൾക്ക് നൽകുന്ന ഉപദേശരൂപത്തിലാണ് ഈ ശ്ലോകം രചിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രവണം, മനനം, നിധിധ്യാസനം, സാക്ഷാത്കാരം, ഇതാണ് ജ്ഞാനസാക്ഷാത്കാരത്തിൻ്റെ ശരിയായ മാതൃക. അതായത് ആദ്യം കേൾക്കുക, കേട്ടതിനെ മനനം ചെയ്യുക, അങ്ങനെ കേട്ട് മനനം ചെയ്തതിനെ വീണ്ടും വീണ്ടും ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടുകൂടി സ്ഥിരീകരിച്ചുറപ്പിക്കുക, അതിനുശേഷം സാക്ഷാത്കരിക്കുക. അപ്പോൾ ഈ മാതൃകയാണ് ശരിക്കും സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഭാരതീയമായ മാതൃക. ഈ മാതൃക കാര്യക്ഷമവും ഫലപ്രദവുമായി തീരണമെങ്കിൽ ശ്രവണത്തിന് സർവപ്രാധാന്യം കൽപ്പിച്ചു നൽകേണ്ടതായിട്ടുണ്ട്. കേൾക്കേണ്ടവയും കേൾക്കപ്പെടേണ്ടാത്തവയും തമ്മിലുള്ള വർഗീകരണമാണ് ആദ്യമായി നടത്തേണ്ടത്. പുരാണേതിഹാസങ്ങളും വേദോപനിഷത്തുക്കളും ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും വർത്തമാന സംഭവ കഥനങ്ങളുമൊക്കെ കേട്ട് സമാർജിച്ചെടുക്കുന്ന സഞ്ചിതജ്ഞാനമാണ് നമ്മുടെ സംസ്കാരത്തെ ഉരുവപ്പെടുത്തുന്നത്. മതപരമായ ഉപദേശങ്ങളും പുരാണകഥകളും അതുപോലെ വർത്തമാന സംഭവ കഥന പരമ്പരകളുമൊക്കെ ദുരിതവർണ്ണനകളാൽ പൂരിതങ്ങളായിരിക്കും. അത്തരം കേൾവികൾ മാത്രം കേട്ട് വളരുന്നവരുടെ മനസ്സിൽ പ്രസാദാത്മക ചിന്തകൾക്ക് വളരാനുള്ള അവസരം ലഭിക്കാറില്ല. ഋണാത്മകങ്ങളും അധമങ്ങളുമായ, ഈ ഋണാത്മകം എന്ന് പറയാൻ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാത്തിനെയുമാണ് ഋണാത്മകം എന്ന് പറയുന്നത്. അധമം എന്ന് പറയാൻ നീചമായ, അങ്ങനെയുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും വളർത്തിയെടുക്കാൻ മാത്രമേ ദുരിതവർണ്ണനകൾ നിറഞ്ഞ കേൾവികൾ സഹായിക്കുകയുള്ളൂ. എന്നാൽ സജ്ജന സമ്പർക്കത്തിലൂടെയും സത്സംവാദ ശ്രവണത്തിലൂടെയും ലഭിക്കുന്ന അറിവ് പ്രസാദാത്മകവും ധനാത്മകവുമായിരിക്കും. സത്സംഗമം ശീലമാക്കിയാൽ ദുരിത വർണ്ണനാ ശ്രവണങ്ങളോട് വിരക്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. കീർണങ്ങളായവ സുവർണം ഗ്രഹിപ്പതിന് ഉദീർണങ്ങൾ നിങ്ങൾ എന്നാണ് ഗുരു സ്വന്തം കാതുകളെ ഉദ്ബോധിപ്പിക്കുന്നത്. ലോകോക്തികളിൽ അഭിരമിക്കാതെ വെളിപ്പെടാതെ മറഞ്ഞുകിടക്കുന്ന ജ്ഞാനരഹസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന വർണ്ണനകൾ കേൾക്കുക എന്ന ധർമ്മമാണ് മനുഷ്യകർണങ്ങൾക്കുള്ളത്. മനുഷ്യൻ എന്ന പദത്തിൻ്റെ വാച്യാർത്ഥം തന്നെ
മനുക്കളെ അഥവാ മന്ത്രങ്ങളെ മനനം ചെയ്തറിയാൻ ശേഷിയുള്ളവനെന്നാണ്. ആ ശേഷി പ്രയോജനപ്പെടുത്താൻ കർണങ്ങളെ സുഭാഷിതങ്ങൾ ശ്രവിക്കാനുള്ള താൽപ്പര്യമുള്ളവയാക്കി തീർക്കേണ്ടത് മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഓരോരുത്തരും സ്വയം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതാണ്. അപർണാത്മജനായ സുബ്രഹ്മണ്യനെ പറ്റിയുള്ള വർണ്ണനകളുടെ ശ്രവണത്താൽ പൂർണ്ണങ്ങളായി തീരുവാനാണ് ഗുരു സ്വന്തം കാതുകളെ ഉപദേശിക്കുന്നത്. ശിവപാർവതി പരിണയ കഥയിലെ പാർവതി തപസ്സു ചെയ്ത കാലത്ത് ഇല പോലും ഭക്ഷിക്കാതെയാണ് കൊടും തപസ്സിൽ ഏർപ്പെട്ടത്. ഭൗതികതയെ പൂർണ്ണമായും വിസ്മരിച്ച പാർവതിക്ക് കൽപ്പിച്ചു കിട്ടിയ നാമപര്യായമാണ് അപർണ. അങ്ങനെയുള്ള പാർവതിയുടെ പുത്രനായ സുബ്രഹ്മണ്യൻ കറതീർന്ന ബ്രഹ്മണ്യത്തെ പ്രതീകവൽക്കരിക്കുന്ന ജ്ഞാനമൂർത്തിയാണ്. ശുദ്ധജ്ഞാന സാക്ഷാത്കാരത്തിനായി സുബ്രഹ്മണ്യനോളം പര്യാപ്തമായ ഉപാസനാമൂർത്തി വേറെ ഇല്ല എന്നാണിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.